എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനലവധി ദിനങ്ങളെ ആഘോഷമാക്കുന്ന മാവിൻ ചുവടുകളും കൂട്ടുകാരുമൊത്ത് നീന്തി തുടിച്ച പുഴയും പുഴവക്കത്തു നിന്നുള്ള മീൻപിടുത്തവും എല്ലാ മാമ്പഴക്കാലങ്ങളുടെയും മനോഹരമായ ഓർമ്മകളാണ്. തോടും തോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മാവും കാറ്റിൻ്റെ താളത്തിൽ എങ്ങനെ ആടി ഉലയുന്ന സമൃദ്ധമായ മാമ്പഴക്കൂട്ടവും വേനലവധിയുടെ ഓർമ്മകൾക്ക് മാധുര്യമേകുന്ന ഹൃദ്യമായ അനുഭവമാണ്. ആറുകളും തോടുകളും ഇടത്തോടുകളും കനാലുകളും കായലുകളും കൊണ്ട് സമൃദ്ധമായ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെവിടെയും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാം. ഇത്തവണത്തെ മധ്യവേനലിൽ നമ്മളും തോടിനരികെയുള്ള മാവിൽ നിന്ന് മാങ്ങ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ അനിയനാണ് ഇത്തവണ തോട്ടിലിറങ്ങി മാങ്ങ പറിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളത്തിലോട്ട് ചാഞ്ഞു കിടക്കുന്ന ചില്ലയിലായിരിക്കും എപ്പോഴും കരയിലുള്ളതിനേക്കാൾ കൂടുതലും മാങ്ങ ഉണ്ടാവുക. മാങ്ങ പഴുത്താലും അത് വെള്ളത്തിലേക്ക് വീണ് പോവുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട മാങ്ങ നമ്മൾ ശേഖരിക്കണം. കുട്ടിക്കാലത്ത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് തോട്ടിലിറങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഇത്. ഇവിടെ തമ്പൂട്ടനും കൂടെ മാങ്ങ പെറുക്കാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. അനിയൻ മാങ്ങ ഓരോന്നായിട്ട് തോട്ടി ഉപയോഗിച്ച് പറിച്ചിടുന്നുണ്ട്. ഒപ്പം വീഴുന്നവ കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. വെള്ളത്തിൽ നിന്ന് മാങ്ങ ഇങ്ങനെ പറിക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാങ്ങ ഒഴുകിപ്പോകാതെ നമുക്കത് കരയിലെത്തിക്കാനായിട്ട് പറ്റും. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തോട്ടിലെ ജലനിരപ്പ് കുറവാണ്. എന്നാൽ ഇത്തവണ അതല്പം കൂടുതലാണ്. സാധാരണ ഈ സമയത്തൊക്കെ നമ്മുടെ തോട്ടിൽ ഉപ്പുവെള്ളം കയറുക പതിവായിരുന്നു. ചില സമയങ്ങളിൽ വെള്ളത്തിൻ്റെ അടിത്തട്ട് വരെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുമായിരുന്നു. ഒപ്പം കുട്ടികളും മുതിർന്നവരും ഒക്കെ കക്ക വാരുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ തോടിനരികത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ കഴിവതും കുട്ടികളെ എല്ലാവരെയും തന്നെ നമ്മൾ അത്യാവശ്യം നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു മാങ്ങയൊക്കെ എടുത്തു. നമ്മുടെ തമ്പൂട്ടന് മാങ്ങ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കഷ്ണം നമ്മുടെ തമ്പൂട്ടന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള മാങ്ങയൊക്കെ ശേഖരിക്കുകയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഉപ്പും മുളകും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം മാങ്ങയൊക്കെ എടുത്തിട്ട് വന്ന് തോട്ടുകടവിലുള്ള കൽക്കെട്ടിലിട്ട് ഇടിച്ച് പൊട്ടിച്ച് ഉപ്പൊക്കെ കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയൊക്കെ പഴുത്തു വരുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇവിടെ അതിനെ ചെനച്ച മാങ്ങ, ചുനച്ച മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. പച്ചയായിരിക്കുന്ന സമയത്ത് മീൻകറിക്കൊക്കെ ഇടാൻ വളരെ നല്ലതാണ്. നല്ല പുളിയൊക്കെ കിട്ടും ഈ മാങ്ങയ്ക്ക്. പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. പച്ചമാങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പാകമായതും പഴുത്തതും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവും. വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നത് ഒരു പഴുത്ത മാങ്ങയാണ്. അങ്ങനെ നമ്മൾ ആ മാങ്ങ എടുത്ത് പൂളി നോക്കി, അതായത് പഴുത്ത് വന്നിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങയുടെ തൊലിയൊന്നും നമുക്ക് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ പൂളിയെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഉപ്പും മുളകും കൂടെ മുക്കി നമ്മളത് കഴിച്ചു. കുറച്ച് നേരം കരയിൽ നിന്ന് കമ്പൊക്കെ വെച്ചിട്ട് തോട്ടിൽ വീണ മാങ്ങയൊക്കെ ഞാനും കുറച്ച് അടുപ്പിച്ച് കരയിലെത്തിച്ചു. അങ്ങനെ നിന്നപ്പോൾ തോട്ടിലിറങ്ങാനായിട്ട് ഒരാഗ്രഹം. അങ്ങനെ തോട്ടിലിറങ്ങി. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് കയറി. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലും ഒഴുക്കുള്ള ജലാശയങ്ങളിലും ഇറങ്ങാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. കാഴ്ചയിൽ മനോഹരമായിട്ടുള്ള ഇടങ്ങളാവാം. എത്ര പരിചയസമ്പന്നരാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചു നേരം നമ്മളും കൂടെ വെള്ളത്തിലിറങ്ങി മാങ്ങയൊക്കെ പെറുക്കാനായിട്ട് സഹായിച്ചു. വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നീന്തുന്നതൊക്കെ നിർത്തി കരയ്ക്ക് കയറി. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു. നല്ല പഴുത്ത മാങ്ങ എടുത്ത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് മാങ്ങ എടുത്ത് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചെനച്ച മൂവാണ്ടൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടു. ശേഷം നമ്മൾ കായപ്പൊടിയോ കട്ടക്കായോ ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ചെനച്ച മൂവാണ്ടൻ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മൾ ഈ മാങ്ങ വേവിക്കാറില്ല, ജസ്റ്റ് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാറിയതിന് ശേഷം മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ വീണ്ടും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്.
ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മൂവാണ്ടൻ മാങ്ങ അച്ചാറും തൈരും പപ്പടവുമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചോറിൻ്റെ ഒപ്പം തൈരും മാങ്ങാച്ചാറും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. അത് മാത്രം മതി ചോറ് കഴിക്കാൻ. കുറച്ച് മാങ്ങ നമ്മൾ ഉണക്കാനായിട്ട് കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ജീവിത പാഠപുസ്തകത്തിലെ താളുകളിൽ ഹൃദ്യമായ ഒരു മാമ്പഴക്കാലത്തിൻ്റെ അനുഭവം കൂടി നമുക്ക് അടയാളപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.